ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എനിക്കുമാണ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ 2024, അതായത് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ മാച്ചുകൾ വിൻ ചെയ്തിട്ടുള്ള WWE ആരൊക്കെ നമുക്ക് നോക്കിയാലോ. റോയൽ റംബിളിൽ തുടങ്ങി സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിൽ അവസാനിച്ച ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വർഷമായിരുന്നു 2024. അതായത് മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ റോമൻ റെയിൻസിൻ്റെ സ്ട്രീക്ക് പോയത്, അതായത് 1316 ദിവസത്തെ ഒരു സ്ട്രീക്ക് പോയതും പിന്നെ കോഡി റോഡ്സ് ആ ഒരു സ്ട്രീക്ക് ബ്രേക്ക് ആക്കും. ആ ഒരു രണ്ട് കാര്യങ്ങളാണ് 2024 ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിന്നിട്ടുള്ളത്. ഞാൻ കൂടുതൽ വലിച്ചിട്ടുന്നില്ല. അത് കുറേ കാര്യങ്ങൾ 2024 സംഭവിച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ഞാൻ പറയാൻ പോകുന്നത് ഞാൻ 10 പേരുടെ ലിസ്റ്റാണ് എടുത്തിട്ടുള്ളത്, അതായത് ഏറ്റവും കൂടുതൽ മാച്ചുകൾ വിൻ ചെയ്ത വ്യക്തികൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കണ്ട, നമ്മുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ലിസ്റ്റിലെ 10ാമത്തെ വ്യക്തിയാണ് ഫിൻ ബാലർ. ഫിൻ ബാലറിനെ പറ്റി പറയാനാണെങ്കിൽ അദ്ദേഹത്തിന് 2024 വളരെ മോശം വർഷമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് അദ്ദേഹത്തിൻ്റെ ടോട്ടൽ മാച്ച് എന്ന് പറയുന്നത് 67 മാച്ചാണ് അദ്ദേഹം 2024 ഫുള്ളായിട്ട് കളിച്ചിട്ടുള്ളത്. അതിൽ അദ്ദേഹം വെറും 17 എണ്ണത്തിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വിൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 25.4 ആണ്. നമുക്ക് ഇതുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫിൻ ബാലറിന് കാര്യമായിട്ടുള്ള പുഷ് WWE 2024 കൊടുത്തിട്ടില്ല എന്നതാണ്. കാരണം ഫിൻ ബാലർ ഒരു ബിലോ ആവറേജ് റെസ്ലറായിട്ടാണ് എനിക്ക് ഈ 2024 തോന്നിയിട്ടുള്ളത്. അദ്ദേഹം 50 മാച്ചിൽ തോറ്റിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവല്ലോ ഫിൻ ബാലറിൻ്റെ 2024 പെർഫോമൻസ്. അപ്പോൾ ഫിൻ ബാലറാണ് 10ാം സ്ഥാനത്തുള്ളത്. നമ്മുടെ ലിസ്റ്റിലെ 9ാം സ്ഥാനത്തുള്ള വ്യക്തി എന്ന് പറയുന്നത് ബെയിലിയാണ്. ബെയിലിയെ സംബന്ധിച്ച് 2024 ഒരു കിടിലൻ വർഷമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് 2024 റോയൽ റംബിൾ വിജയിച്ചതും പിന്നെ ബ്രസൽമേനിൽ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തതും ESTക്കെതിരെ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തതും അതെല്ലാം ബെയിലിക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു പുഷാണ് WWE കിട്ടിയിട്ടുള്ളത്. ബെയിലിയുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബെയിലി 67 മാച്ചുകളാണ് 2024 കളിച്ചിട്ടുള്ളത് ടോട്ടലായിട്ടും. ആ മാച്ചിൽ 46 മാച്ചുകൾ വിൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 67 മാച്ചിൽ 46 എന്ന് പറയുമ്പോൾ വിൻ പെർസെൻറ്റേജ് 68.7 ആണ് ബെയിലിയുടെ വിൻ പെർസെൻറ്റേജ്. അത്യാവശ്യം നല്ല പുഷാണ് ബെയിലിക്ക് WWE നിന്ന് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ലിസ്റ്റിലെ 9ാം സ്ഥാനത്തുള്ളത് ബെയിലിയാണ്. നമ്മുടെ ലിസ്റ്റിലെ 8ാം സ്ഥാനത്തുള്ള വ്യക്തി എന്ന് പറയുന്നത് നയോമിയാണ്. നയോമിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 2024 ഒരു കിടിലൻ വർഷമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഈ ഒരു സ്റ്റാറ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നവോമിക്ക് 69 മാച്ചുകളാണ് ഫുള്ളായിട്ട് നവോമി കളിച്ചിട്ടുള്ളത്. അതിൽ 48 എണ്ണം നവോമി ജയിച്ചിട്ടുണ്ട്. ആ ഒരു വിൻ പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ 69.6 ആണ്. അതായത് ബെയിലിയെക്കാട്ടിയും കൂടുതലാണ് നവോമിയുടെ വിൻ പെർസെൻറ്റേജ്. നമുക്ക് മനസ്സിലാക്കുന്നത് നവോമിക്ക് അത്യാവശ്യം നല്ലൊരു പുഷാണ് 2024 WWE ഇന്ന് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ലിസ്റ്റിലെ 8ാം സ്ഥാനത്തുള്ളത് നവോമിയാണ്. 2024 ഏറ്റവും കൂടുതൽ വിജയിച്ചതിൽ 7ാം സ്ഥാനം നിൽക്കുന്ന വ്യക്തിയാണ് ഗന്ധർ, അതായത് ഇപ്പോഴത്തെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ. ഗന്ധറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 2024 അദ്ദേഹത്തിന് ഒരു കിടുക്കാച്ചി വർഷമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കിടുക്കാച്ചി എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിന് ഒരു ഇന്റർകോണ്ടിനൽ ചാമ്പ്യൻഷിപ്പ് റെയിൻ, ഏറ്റവും കൂടുതൽ കാലം ഇന്റർകോണ്ടിനൽ ചാമ്പ്യൻഷിപ്പ് നേടിയ ആ ഒരു റെക്കോർഡും 2024 പിന്നീട് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തൊട്ടടുത്ത മെയിൻ ഇവൻ്റായ സമ്മർ സ്ലാമിൽ അദ്ദേഹം വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിച്ചത്. അദ്ദേഹത്തിന് കിട്ടിയ പുഷ് 2024 അത് വേറെ ലെവലായിരുന്നു. ഗന്ധറിൻ്റെ ഒരു മാച്ചസിൻ്റെ ഒരു കണക്കെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഗന്ധർ ടോട്ടലായിട്ടും 69 മാച്ചുകളാണ് കളിച്ചിട്ടുള്ളത്. അതിൽ 52 എണ്ണം ഗന്ധർ വിജയിച്ചിട്ടുണ്ട്. ഗന്ധറിൻ്റെ ഒരു വിൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 75.4 ആണ്. ഓർക്കണം, ഗന്ധറിൻ്റെ ഒരു വിന്നിങ് സ്ട്രാറ്റജി അത് വേറെ ലെവലാണ്, നമുക്ക് ഇതുവരെ കാണാൻ സാധിക്കും. നമ്മുടെ ലിസ്റ്റിലെ 7ാം സ്ഥാനത്തുള്ളത് ഗന്ധറാണ് മാച്ചസിൻ്റെ കാര്യത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. നമ്മുടെ ലിസ്റ്റിലെ 6ാം സ്ഥാനത്തുള്ള വ്യക്തി എന്ന് പറയുന്നത് നയ ജാക്സ് ആണ്, അതായത് ഫോർമർ WWE വുമൻസ് ചാമ്പ്യൻ. നയ ജാക്സിനെ സംബന്ധിച്ച് 2024 അത്യാവശ്യം നല്ലൊരു വർഷമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് നയ ജാക്സ് 2024 WWE വുമൻസ് ചാമ്പ്യൻ ആവുന്ന കാഴ്ച, സമ്മർ സ്ലാമിനാണ് നയ ജാക്സ് വുമൻസ് ചാമ്പ്യൻ ആവുന്നത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2024 അത്യാവശ്യം നല്ലൊരു ഷോ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നയ ജാക്സിനെ സംബന്ധിച്ച്. ഇപ്പോൾ നയ ജാക്സിൻ്റെ ഒരു വിന്നിങ് സ്റ്റാറ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നയ ജാക്സ് ടോട്ടലായിട്ട് 70 മാച്ചുകളാണ് കളിച്ചിട്ടുള്ളത്. 70 മാച്ചിൽ നയ ജാക്സ് 36 എണ്ണമാണ് വിൻ ചെയ്തിട്ടുള്ളത്. അതിൽ വിൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 51.4 ആണ്. അത്യാവശ്യം നല്ലൊരു വർഷമായിട്ടാണ് നയ ജാക്സിനെ എനിക്ക് കാണാൻ സാധിച്ചത്. നമ്മുടെ ലിസ്റ്റിലെ 6ാം സ്ഥാനത്തുള്ള നയ ജാക്സ് ആണ്. നമ്മുടെ ലിസ്റ്റിലെ 5ാം സ്ഥാനത്തുള്ള വ്യക്തി എന്ന് പറയുന്നത് LA നൈറ്റ് ആണ്, അതായത് ഫോർമർ US ചാമ്പ്യൻ. ഇപ്പം LA നൈറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 2024 അത്യാവശ്യം നല്ലൊരു വർഷമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം 2024 സമ്മർ സ്ലാമിനാണ് അദ്ദേഹം ലോഗൻ പോളിനെതിരെ ആ ഒരു US ചാമ്പ്യൻ വിൻ ചെയ്തത്. അദ്ദേഹം വിൻ ചെയ്താലും വിൻ ചെയ്തിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഒരു കിടുക്കാച്ചി വർഷമാണ് 2024. അതായത് നമ്മൾ ആ വിന്നിങ് സ്റ്റാറ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ
എല്ലാ നൈറ്റും മൊത്തത്തിൽ 74 മാച്ചസാണ് കളിച്ചിട്ടുള്ളത്. അതിൽ 57 എണ്ണവും LA Knight ജയിച്ചിട്ടുണ്ട്. സോ നമുക്ക് ആ വിന്നിങ്ങിലൂടെ നമുക്ക് മനസ്സിലാവും LA Knightന് കിട്ടിയ പുഷ് വേറെ ലെവലാണ് WWE. ഓക്കെ, അപ്പോൾ വിൻ പെർസെൻറ്റേജ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ 77% ആണ്. ഓക്കെ, അപ്പം അത്യാവശ്യം നല്ലൊരു സ്റ്റേബിൾ വിന്നിങ് പെർസെൻറ്റേജ് ആണ് LA Knightൻ്റെ 2024 കിട്ടിയിട്ടുള്ളത്. സോ നമ്മുടെ ലിസ്റ്റിൽ 5ാം സ്ഥാനത്തുള്ളത് LA Knight ആണ്. നമ്മുടെ ലിസ്റ്റിൽ 4ാം സ്ഥാനത്തുള്ള വ്യക്തി എന്ന് പറയുന്നത് ഫോർമർ ജഡ്ജ്മെൻറ്റ് ഡേ മെമ്പർ ഡാമിയൻ പ്രീസ്റ്റ് ആണ്. ഡാമിയൻ പ്രീസ്റ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 2024 അത്യാവശ്യം നല്ലൊരു വർഷമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് അദ്ദേഹം 2024 പകുതിക്ക് വരെയും അദ്ദേഹം ആ ഒരു വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് വരെയും മുന്നോട്ട് കൊണ്ടുപോയി. അതിനുശേഷം ഗന്ധറിനെതിരെയാണ് അദ്ദേഹം തോറ്റെങ്കിലും അദ്ദേഹത്തിന് ഒരു ഫേസ് ക്യാരക്ടർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അദ്ദേഹം ആ ജഡ്ജ്മെൻറ്റ് നേരെ തിരിയുന്നതും അങ്ങനെയൊക്കെയുള്ള സ്റ്റോറിയൊക്കെ അത് കിടുക്കാച്ചിയായിരുന്നു. ഡാമിയൻ പ്രീസ്റ്റിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഡാമിയൻ പ്രീസ്റ്റ് മൊത്തത്തിൽ 2024 76 മാച്ചുകളാണ് കളിച്ചിട്ടുള്ളത്. അതിൽ 48 എണ്ണവും ഡാമിയൻ പ്രീസ്റ്റ് വിജയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വിന്നിങ് പെർസെൻറ്റേജ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ 63.2 ആണ് അദ്ദേഹത്തിൻ്റെ ഒരു വിന്നിങ് പെർസെൻറ്റേജ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും 2024 അദ്ദേഹത്തിൻ്റെ അത്യാവശ്യം നല്ലൊരു വർഷമായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ 4ാം സ്ഥാനത്തുള്ള വ്യക്തി എന്ന് പറയുന്നത് ഡാമിയൻ പ്രീസ്റ്റാണ്. നമ്മുടെ ഈ ലിസ്റ്റിലെ 3ാം സ്ഥാനത്തുള്ള വ്യക്തി എന്ന് പറയുന്നത് ബിയൻക ബ്ലെയർ ആണ്. ബിയൻക ബ്ലെയറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 2024 അത്യാവശ്യം നല്ലൊരു വർഷമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ബിയൻക ബ്ലെയർ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് 2024 വിൻ ചെയ്തത്. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ 2024 ഒരു അടിപൊളി വർഷമായിട്ടാണ് ബിയൻക ബ്ലെയറിനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ നമുക്ക് ആ ഒരു വിന്നിങ് സ്റ്റാറ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് മാച്ചസിൻ്റെ ഒരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ 78 മാച്ചുകളാണ് ബിയൻക ബ്ലെയർ കളിച്ചിട്ടുള്ളത് WWE 2024. അതിൽ 67 മാച്ചുകളും ബിയൻക ബ്ലെയർ വിജയിച്ചിട്ടുണ്ട്. ബിയൻക ബ്ലെയറിൻ്റെ ഒരു വിന്നിങ് പെർസെൻറ്റേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 85.9. ഓക്കെ, അതായത് ഇതുവരെ പറഞ്ഞ ലിസ്റ്റിൽ ഏറ്റവും ടോപ്പ് ഹൈ പെർസെൻറ്റേജ് ഉള്ളത് ബിയൻക ബ്ലെയർ ആണ്, അത് ഇതുവരെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓർക്കണം ബിയൻക ബ്ലെയറിൻ്റെ ആ ഒരു വിന്നിങ് പെർസെൻറ്റേജും ആ ഒരു പുഷൊക്കെ വേറെ ലെവലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 2024 ബിയൻക ബ്ലെയർ അത്യാവശ്യം നല്ലൊരു വർഷം, അത്യാവശ്യം നല്ല ഒരു അടിപൊളി വർഷമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ നമ്മുടെ ലിസ്റ്റിലെ 3ാം സ്ഥാനത്തുള്ള വ്യക്തി എന്ന് പറയുന്നത് ബിയൻക ബ്ലെയർ. നമ്മുടെ ലിസ്റ്റിലെ 2ാം സ്ഥാനത്തുള്ള വ്യക്തി എന്ന് പറയുന്നത് മെയിൻ ഇവൻറ്റ് ജെയ്സു ആണ്. അതായത് 2025 റോയൽ റംബിൾ വിന്നറായിട്ടുള്ള ജെയ്സു ആണ് നമ്മുടെ ലിസ്റ്റിലെ 2ാം സ്ഥാനത്തുള്ളത്. ജെയ്സയെ പറ്റി നോക്കുവാണെങ്കിൽ 2024 ഒരു വേറെ ലെവൽ ഹൈപ്പ് കിട്ടിയ ഒരു റിസൾട്ടാണ് ജെയ്സോ. അതായത് ഓവർ ഹൈപ്പ് എന്ന് പറയുന്നില്ല, ഫാൻസിൻ്റെ ഒരു സപ്പോർട്ട്, ഫാൻസും പിന്നെ ഒരു എൻട്രൻസും ആ ഒരു ഈറ്റ് എന്ന് പറഞ്ഞ സ്ലാൻഡും ഒക്കെ ഫാൻസിൻ്റെ ഇടയിൽ ജെയ്സു നല്ല രീതിയിൽ പോപ്പുലർ ആയിട്ടുണ്ട്. സോ നമുക്ക് ആ ഒരു മാച്ചുകളിൽ ആ ഒരു സ്റ്റാറ്റിക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ജെയ്സോ ഒരു 88 മാച്ചുകൾ കളിച്ചിട്ടുണ്ട്. അതിൽ 51 എണ്ണം ജെയ്സോ ജയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ജെയ്സോയുടെ ഒരു വിന്നിങ് പെർസെൻറ്റേജ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ 58% ആണ് വിന്നിങ് പെർസെൻറ്റേജ്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും ജെയ്സോ ഒരു അത്യാവശ്യം നല്ലൊരു വർഷമായിട്ടാണ്. അതായത് മാച്ചുകളുടെ കാര്യത്തിൽ അത്യാവശ്യമാണെങ്കിലും ഫാൻസിൻ്റെ സപ്പോർട്ട് വേറെ ലെവലാണ്. സോ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്ത് താഴെ കമൻറ്റ്സിൽ പറയുക. സോ ഇതൊക്കെയാണ് ജെയ്സോയുടെ ഒരു 2024 കരിയർ. നമ്മുടെ ലിസ്റ്റിലെ 2ാം സ്ഥാനത്ത് ഉള്ളത് ജെയ്സോ ആണ്. നമ്മുടെ ലിസ്റ്റിലെ 1ാം സ്ഥാനത്തുള്ള വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ദി അമേരിക്കൻ നൈറ്റ്മെയർ കോഡി റോഡ്സ് ആണ്. അതായത് ഇപ്പോഴത്തെ കറണ്ട് അൺഡിസ്പ്യൂട്ടഡ് യൂണിവേഴ്സൽ ചാമ്പ്യൻ ആയിട്ടുള്ള കോഡി റോഡ്സ് ആണ് നമ്മുടെ ലിസ്റ്റിലെ 1ാം സ്ഥാനത്ത് ഇടം നേടിയത്. അപ്പോൾ കോഡി റോഡ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 2024 ഒരു അന്യായ വർഷം, അതായത് 5 സ്റ്റാറിനപ്പുറം എന്ത് കൊടുക്കാം കാരണം കോഡി റോഡ്സിൻ്റെ ഒരു 2024 കരിയർ. ഓക്കെ, അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു റോയൽ റംബിൾ വിജയിച്ചു കോഡി റോഡ്സ്. 2024 മെൻസ് റോയൽ റംബിൾ വിജയിച്ചിട്ടുള്ളത് കോഡി റോഡ്സ് ആയിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് ലെവൽ ഓഫ് ഹൈപ്പായിരുന്നു കോഡി റോഡ്സ് വിട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു റോമൻ റെയ്ൻസിൻ്റെ ഒരു 1316 ഡേയ്സ് എന്ന് പറഞ്ഞ ആ ഒരു യൂണിവേഴ്സൽ ചാമ്പ്യൻ റെക്കോർഡും കോഡി റോഡ്സ് അത് തോപ്പിച്ച് അദ്ദേഹം ന്യൂ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ ആവുന്ന കാഴ്ചയായിരുന്നു 2024 കാണാൻ സാധിച്ചത്. സോ അത് പെർസണലി കിടക്കാഴ്ച മാച്ചായിരുന്നു. സോ അതുകൊണ്ട് തന്നെ കോഡി റോഡ്സിൻ്റെ ഒരു ഹൈപ്പ് പിന്നെയും കൂടുകയായിരുന്നു. സോ കോഡി റോഡ്സിൻ്റെ ഒരു മാച്ചസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കോഡി റോഡ്സ് മൊത്തത്തിൽ 101 മാച്ചസ് ആയിരുന്നു WWE കളിച്ചിട്ടുള്ളത്. അതിൽ 98 എണ്ണം, നിങ്ങൾ ആർക്കണം 101 മാച്ചസ് 98 എണ്ണം കോഡി റോഡ്സ് വിജയിച്ചു. വിന്നിങ് പെർസെൻറ്റേജ് നോക്കി കഴിഞ്ഞാൽ വെറും 97%. അത് വെറും 3 മാച്ചസാണ് കോഡി റോഡ്സ് തോറ്റത്. അത് വെറും വിരൽ എണ്ണാവുന്ന ഒരു തരത്തിൽ മാച്ച് മാത്രമേ കോഡി റോഡ്സ് തോറ്റിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ കോഡി റോഡ്സിന് 97%, അത് ഇതുവരെ ആർക്കും എത്തിപ്പെടാത്ത ആ ഒരു വർഷമായിരുന്നു കോഡി റോഡ്സിന് കിട്ടിയിട്ടുള്ളത്. 97% കോഡി റോഡ്സിൻ്റെ ഒരു വിന്നിങ് റെക്കോർഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ നമ്മുടെ ലിസ്റ്റിലെ 1ാം സ്ഥാനത്തുള്ളത് കോഡി റോഡ്സ് ആണ്. ഇവരൊക്കെയാണ് 2024 ഏറ്റവും കൂടുതൽ മാച്ചുകൾ കളിച്ച വ്യക്തികൾ. സോ ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് സൂപ്പർ സ്റ്റാർ ഉണ്ടോ അത് താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഫേവറേറ്റ് സൂപ്പർ സ്റ്റാർ ഇല്ലെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ,
അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.